അല്ലാഹി ഫൗക ഐദീഹിം, അവരുടെ കരങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ കരമുണ്ട്. നമ്മുടെ മേൽ അള്ളാഹുവിന്റെ കൈത്താങ്ങുണ്ട്, അള്ളാഹുവിന്റെ സഹായമുണ്ട്. മുഅ്മിനീങ്ങൾ പറയുന്നത് എന്താണ്? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, ആദ്യത്തേതും അവസാനത്തേതും അള്ളാഹുവാണ്. അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, ആദ്യം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതിന്റെ അവ്വല്, ആഖിറുണ്ടെങ്കിൽ അതിന്റെ ആഖിർ, അവ്വലും ആഖിറും എല്ലാം അല്ലാഹുവാണ്. വല്ലാഹിറു വൽ ബാത്തിൻ, ഏറ്റവും പ്രത്യക്ഷമായതും എന്നാൽ പരോക്ഷമായതും അല്ലാഹുവാൻ. പ്രപഞ്ചത്തിൽ അല്ലാഹുവിനെ പറ്റി വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞപ്പോ നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചു. അല്ലാഹു അവന്റെ അസ്തിത്വത്തിന്റെ തെളിവായി കാണിച്ചു തന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം കാണിച്ചിട്ട് അല്ലാഹു പറയാൻ, ഞാനാണ് ഇതിന്റെ രക്ഷിതാവ്. ഒന്നും പടക്കാതിരിക്കുകയാണെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. അള്ളാഹു എല്ലാം പടച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു ലാഹിറാൻ. ഓരോ ഇലയിലും ഓരോ ആറ്റത്തിലും മോളിക്യൂളിലും അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം, ദ മാഗ്നിഫിഷ്യന്റ് ക്രിയേഷൻ ഓഫ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിലും കാണാൻ കഴിയാണ്. എല്ലാം അത്ഭുതമാണ്. നമ്മുടെ കിഡ്നിക്കുള്ളിൽ എത്രയെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു. മൂത്രം, അതിന്റെ ഫിൽട്ടറിങ് നടക്കണമെങ്കിൽ 2 മില്യണോളം ക്രിയാറ്റിൻ നമ്മുടെ കിഡ്നിയിൽ ഓരോന്നിലുമുണ്ട്. ഇപ്പോൾ 2 കൂടെ വരുമ്പോൾ 4 മില്യൺ. എത്രയാണതൊക്കെ? ഓരോ ക്രിയാറ്റിന്റെ ഉള്ളിലും അതിൻ്റെതായ കണികകൾ. എങ്ങനെയാണ് ഈ സൃഷ്ടിപ്പ് നടക്കുന്നത്? എന്താ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതം! എത്ര വലുതാണ്! 1 മിനിറ്റ് വെള്ളത്തിൽ മുക്കിയ തീരുന്നതാണ് ഈ മനുഷ്യന്റെ ജീവിതം. 1 മിനിറ്റിലേറെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ തീരൂലേ? ശ്വാസം കിട്ടാതെ മരിക്കും. അത്ര ദുർബലനാണ്. പക്ഷെ എന്താ മനുഷ്യന്റെ ഡയലോഗ്! സുബ്ഹാനല്ലാഹ്, എത്ര ദുർബലനാണ് മനുഷ്യൻ! പറയുന്ന വാക്കുകൾ എന്താ? ആരോടായി പറയുന്നത്? അല്ലാഹു പറയാ, ഫിർഔൻ ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ്, ഖാറൂൻ അങ്ങനെ പറഞ്ഞു പോയ ആളാണ്, നമ്രൂദ് ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ്. അവർക്ക് അതിന്റെ പര്യവസാനം അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഹുവല്ലാഹിർ, സർവ്വ പ്രപഞ്ചവും കാണിച്ചിട്ട് നിങ്ങൾക്ക് അല്ലാഹുവിനെതിരെ കാണാൻ കഴിയുന്നില്ലേ? ഒരു പെയിന്റിങ് കണ്ടാൽ, ഒരു ഡ്രോയിങ് കണ്ട, ഇതിപ്പോ ഇലക്ട്രോണിക് ഡ്രോയിങ് ആണ്, ഇത് ചെയ്ത ഒരാളുണ്ടല്ലോ. നമ്മുടെ IT സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്തായിരിക്കും. ഇത് വെറുതെ വരുമോ? ഇല്ല. പ്രപഞ്ചമെന്ന പെയിന്റിങ്, പ്രപഞ്ചമെന്ന ക്യാൻവാസ്, ഇതിലെ സൂര്യനും ചന്ദ്രനും വെളിച്ചവും പ്രഭയും അൾട്രാ വയലറ്റ് റേസും ഗാമ റേസുകളും ഓസോൺ ലെയറുകളും ഗ്യാസുകളും ഇത് എവിടെ നിന്നുണ്ടായി? ഇതങ്ങനെ പൊട്ടിമുളച്ചതാണോ? ഹുവല്ലാഹിർ, ഇതിലൂടെയൊക്കെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലയോ? അതാണ് ലാഹിറിന്റെ അർത്ഥം. അല്ലാഹ് ഈസ് ഒബ്വിയസ്, അള്ളാഹു എല്ലാറ്റിലും വ്യക്തമാണ്. ഒരു സ്മോക്ക് കണ്ടാൽ അതിന്റെ പിന്നിൽ ഫയർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നുണ്ട്. ദൂരെ കിടക്കുന്ന ഒരു മനുഷ്യൻ പറയാം, ആ തീ പിടിച്ചിട്ടുണ്ട്. തീ നീ കണ്ടോ? തീ ഞാൻ കണ്ടില്ല, പക്ഷെ പുക കണ്ടല്ലോ. പുക കണ്ട അതിന്റെ താഴെ തീ ഉണ്ടാവുന്ന ഉറപ്പല്ലേ? ഈ ബുദ്ധിയെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടു. ഈ സൂര്യനും പ്രപഞ്ചവും വെളിച്ചവും നിലാവും നക്ഷത്രവും മന്ദമാരുതനും ചൂടും തണുപ്പും കാറ്റും പൊടിക്കാറ്റും ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? ഇതിനൊരാള് വേണ്ടേ? ഇത് വെറുതെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കൃത്യമായ സൈക്കിൾ ഓഫ് സീസൺ അള്ളാഹു വെച്ചിരിക്കുകയാണ്. ചൂട് ബോറടിക്കുമ്പോൾ തണുപ്പ് വരുന്നു, തണുപ്പ് ബോറടിക്കുമ്പോൾ ചൂട് വരുന്നു, അതിനെക്കുറിച്ച് മഴ തരുന്നു. ഏതെല്ലാം കാലാവസ്ഥകൾ! ഏതെല്ലാം മില്യൺ കണക്കിന് സ്പീഷീസുകളാണ്, മറൈൻ സ്പീഷീസാണ് കടലിൽ കിടക്കുന്നത്. മില്യൺ കണക്കിന് തരം ഇനങ്ങൾ ഓരോന്നിലും കിടക്കുന്ന എത്ര മത്തി ഉണ്ട്? ഒരു മത്തി എന്ന് പറഞ്ഞ പോലെ, അയിലമീൻ എന്ന് പറഞ്ഞ പോലെ കിടക്കുന്നത് മില്യണിലേറെയാണ്. ഓരോന്നിനും എത്ര മെമ്പർമാരുണ്ടാകും? ഇതൊക്കെ വെറുതെ ഉണ്ടായതാണോ? ഹുവല്ലാഹിർ, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇതിൽ കണ്ടെത്താൻ കഴിയുന്നില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. ഈമാനുള്ള ഇല്ലാത്തവർ വിചാരിക്കും അധികാരിയാണ് തരുന്നത്, അധികാരം കയ്യിലുള്ള ആളാണ്, നമ്മുടെ മാനേജറാണ്, നമ്മുടെ ജോബിന്റെ ആൾ, മൂപ്പർ വിചാരിച്ച എന്റെ കാര്യം കട്ടപ്പോകയാണ്. അങ്ങനെ സംഭവമില്ല. നിങ്ങളുടെ റിസ്ക് അല്ലാഹുവിന്റെ കയ്യിലാണ്. മാ യഫ്തഹില്ലാഹു മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ വിചാരിക്കേണ്ടത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ, അല്ലാഹു ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് തുറന്നു തരികയാണെങ്കിൽ ഫലാ മുംസിക ലഹാ, ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അപ്പൊ ഈമാൻ ദുർബലമാണ്, എന്നാലും ഓലെ കൊണ്ട് പറ്റുമോ? കഴിയില്ല, അല്ലാഹു കണക്കാക്കിയതല്ലാതെ. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അള്ളാഹു എങ്ങാനും അത് പിടിച്ചു വെച്ചാൽ
അത് അഴിച്ചു തരാനും തുറന്നു തരാനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. ഇങ്ങനെയാണ് മുഅ്മിന് വിചാരിക്കുക. അങ്ങനെയാ വിശ്വാസികൾ കാണുന്നത്. ലഹുൽ ഖൽഖു വൽ അംർ, എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, എല്ലാ സൃഷ്ടിപ്പും നടക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഇതാണ് മുഅ്മിനിന്റെ വീക്ഷണം. അത് വിചാരിക്കല്ലത് പ്രകൃതി ഉണ്ടാക്കിയതാണ്. മുഅ്മിന്റെ വീക്ഷണം ലഹു, അള്ളാഹുവിനാണ്. അൽ ഖൽഖ്, സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുക്ക് കോഴിമുട്ടല്ലാതെ കോഴി ഉണ്ടാക്കാൻ പറ്റും. അതിന് തന്നെ അള്ളാഹുവിനെ പറ്റി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന അർത്ഥം തന്നെ അതാണ്. അവിടെ ചിക്കൻ ആൻഡ് എഗ് ഡിബേറ്റ് ഇല്ല ഒരു മുസ്ലിമിന്. അള്ളാഹു സബബില്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെ. എന്താ ഈ വസ്തുവിന് അറബിയിൽ ഷൈ എന്ന് പറയാൻ കാരണം എന്താ? ഷാ യശാഉ, ഉദ്ദേശിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടായത് എന്നർത്ഥം കിട്ടാനാണ് വസ്തുവിന് ഷൈ എന്ന് തന്നെ പറയാൻ കാരണം. ഷൈ എന്ന് പറഞ്ഞാൽ വസ്തു എന്നാണ്. ഈ വസ്തു ഉണ്ടായത് എപ്പോഴാണ്? മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ. മാഷാ അല്ലാഹു ഖാൻ, അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അതുണ്ടായി. വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടായതും ഇല്ല. അത്രയുള്ളൂ. അള്ളാഹുവാണ് എല്ലാറ്റിന്റെയും സൃഷ്ടിപ്പ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അള്ളാഹു എന്ന സംരക്ഷകൻ, അള്ളാഹുവിന്റെ സംരക്ഷണമേ മനുഷ്യർക്ക്, ജിന്നുകൾക്ക്, മലക്കുകൾക്ക്, ആർക്കും അള്ളാഹിന്റെ സംരക്ഷണമാണുള്ളത്. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ, അള്ളാഹുവിന്റെ അധികാരത്തിൽ ആരെയും അള്ളാഹു കൂട്ടിന് ചേർത്തിട്ടില്ല. അള്ളാഹുവിന്റെ അധികാരം റബ്ബിന് മാത്രമാണ്. അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരാൾക്കും അതിൽ പങ്കില്ല. സാധാരണക്കാരനില്ല, ഒരു വലിയനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു മലക്കിനുമില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കില്ല. അത് റബ്ബിന് മാത്രമാണ്. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു അധ്യായം നമ്മെ പഠിപ്പിച്ച ദീർഘമായ ഹദീസിൽ വഅലം, അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക. ലോകത്തുള്ള മനുഷ്യര് മുഴുവനും, ഭൂതങ്ങളായ ഭൂതങ്ങൾ മുഴുവനും ഒരുമിച്ച് ചേർന്ന് നീ എന്ന ഒരു മനുഷ്യന് ഉപകാരം ചെയ്യണമെന്ന് കരുതിയാൽ ലൻ യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അല്ലാഹു നിനക്ക് സംഭവിക്കണം എന്ന്, നിനക്ക് അനുകൂലമായി നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം അല്ലാഹു നടക്കണം എന്ന് തീരുമാനിച്ചത് മാത്രമേ നടക്കൂ. ഇവരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അതേപോലെ ലോകത്തുള്ള സർവരും കൂടിയിട്ട് നിന്നെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ, എല്ലാവരും കച്ചകെട്ടിറങ്ങി, എല്ലാവരും ഇറങ്ങി. സർവ്വ സോഷ്യൽ മീഡിയയും. ഒരാൾ പറഞ്ഞു, മുമ്പൊക്കെ എയർപോർട്ടുകളിലൊക്കെ ബാത്റൂമിൽ സിന്ദാബാദ് എഴുതിയിട്ട് പോകും ഫ്ലൈറ്റ് പോണിന്റെ മുമ്പ്. പല സങ്കടവും, അർബാബിനോടുള്ള ദേഷ്യവും, നാടിനോടുള്ള വൈരാഗ്യവും, ജോലിയോടുള്ള വെറുപ്പും ഒക്കെ വലിയ സിന്ദാബാദൊക്കെ ബാത്റൂമിന്റെ ഡോറിന്റെ മേലെ എഴുതി വെച്ച് പോവുക. അവരൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലായിരിക്കണതെന്നാ. അവരോടെ ഒന്നും ഇപ്പല്ല, ഫേസ്ബുക്കിൽ എഴുതി വിട്ടാൽ മതി. എല്ലാവരും പ്രതിഷേധിച്ചെന്ന് വിചാരിക്കുക. എഴുതാൻ അറിയണവരും അറിയാത്തവരും, സഭ്യമായ വാക്ക് ഉപയോഗിക്കുന്നവരും അസഭ്യം മാത്രം ഉപയോഗിക്കുന്നവരും, ഇവർക്കൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യാണ്, അങ്ങനെ എഴുതിവിടാം. അത് വല്ലാത്തൊരു സൗകര്യം പോലും കിട്ടിയത്. ബാത്റൂമിന്റെ മുന്നിൽ പോയിട്ട് വെറുതെ ഫ്ലൈറ്റ് ടൈം കളയേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ മഖ്ലൂക്കിൽപ്പെട്ട ഒരാളെ ലോകത്തെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ വിചാരിച്ചു നിൽക്കുക. എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെട്ടു. ഓരൊക്കെ എഴുതാൻ തുടങ്ങി, ഓരൊക്കെ പറയാൻ തുടങ്ങി, നിയമ നടപടികൾ തുടങ്ങി. എന്തു തന്നെ സംഭവിച്ചാലും ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക, അല്ലാഹു നിനക്ക് സംഭവിക്കണം എന്ന് വിചാരിച്ച ഒരു ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും നടക്കൂ. ഇവരാരും വിചാരിച്ചിട്ടും കാര്യമില്ല. എന്നിട്ട് പറഞ്ഞു, റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, എന്തൊക്കെ നടക്കണം നടക്കണ്ട എന്ന് അല്ലാഹു തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. മഷി വറ്റിക്കഴിഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. റുഫിഅത്തിൽ അഖ്ലാം, the pens have been lifted, the ink has dried out. മഷി ഉണങ്ങിക്കഴിഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ തവക്കുൽ. എന്തുകൊണ്ട്? അല്ലാഹു മാലിക്കുൽ മുൽക്കാണ്. മനുഷ്യൻ വിചാരിക്കും തനിക്കാണ് അധികാരം. ആ അധികാരം വെച്ച് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ തുനിയും.
പക്ഷേ അള്ളാഹുവിന്റെ ഖളാ ആണ് അവിടെ സംഭവിക്കുന്നത്. സൂറത്ത് യൂനുസ്, ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ വസയ്യനത് വظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس. അവരുദ്ദേശിച്ച പോലെ ഭൂമിയെ അലങ്കരിച്ച് മനോഹരമാക്കി കൊണ്ടുവന്ന് ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ വസയ്യനത്, ഭൂമി അലങ്കൃതമായി നിൽക്കുകയാണ്. എല്ലാ ശോഭയും ഭൂമിക്ക് കൈവന്നു. അങ്ങനെ അവർ വിചാരിച്ചു അന്നഹും ഖാദിറൂന അലൈഹ, ഇതൊക്കെ നമ്മുടെ അധികാരത്തിലാണ്, ഇതൊക്കെ നമ്മുടെ കഴിവാണ് എന്ന് വിചാരിച്ചു വെച്ചപ്പോ അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറാ, രാവിലോ പകലിലോ നമ്മുടെ തീരുമാനം അവിടെ എത്തുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം എത്തുന്നു. ഫജഅൽനാഹാ ഹസ്വീദാ, അല്ലാഹു അതിനെ മരുപ്പറമ്പാക്കി മാറ്റിക്കളയും. കഅല്ലം തഗ്ന ബില്ലംസ്, ഇന്നലെ വരെ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടോ എന്നുപോലും ചിന്തിക്കുന്ന വിധം, ഒരഡ്രസ്സുമില്ലാത്ത വിധം അള്ളാഹു അതിനെ തകർത്തു കളഞ്ഞു. അങ്ങനെയൊക്കെ അള്ളാഹു ചെയ്യുന്നില്ലയോ? മാലിക്കുൽ മുൽക്കിന്റെ അധികാരമാണത്. മാലിക്കുൽ മുൽക്ക് ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അസ്മാഉകൾക്ക് ശർഹ് ചെയ്തിട്ടുണ്ട്. മുഖ്തസറായ ഷർഹാണ്. ഇമാം ഗസാലി തങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഹുവല്ലദീ തൻഫദു മശീഅതുഹു ഫീ മംലകതിഹി കൈഫ യശാഉ വകമാ യശാഉ. ആരാണ് മാലിക്കുൽ മുൽക്കായ അല്ലാഹു എന്നറിയുമോ? അല്ലദീ തൻഫദു മശീഅതുഹു ഫീ മംലകതിഹി, തന്റെ അധികാര കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മുഴുവനും അവന്റെ ഉദ്ദേശമാണ് നടപ്പാകുന്നത്. കൈഫ യശാഉ വകമാ യശാ, എങ്ങനെ ഏതൊക്കെ രീതിയിൽ അല്ലാഹു ഇവിടെ ഇടപെടാൻ തീരുമാനിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം നടക്കുന്ന ഒരു ലോകമാണ് അല്ലാഹുവിന്റെ ലോകം. അവിടെയാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഇവിടെ ഭയപ്പെടേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ഷൈ, അല്ലാഹുവിനെ ഒരാൾ ഭയപ്പെട്ടാൽ ആ മനുഷ്യനെ എല്ലാവരും ഭയപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ വാതിൽക്ക് പോയി നിൽക്കുക, എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരും. അത് തുറന്നു കിട്ടാൻ വേണ്ടി ചെല്ലണ്ട. നിങ്ങളുടെ നൃത്തം ഖാലിസായ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിയ്യത്ത് കൊണ്ട് അള്ളാഹുവിന് മുമ്പിലുള്ള സമർപ്പണമാണ്. അള്ളാഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ അതിന് അധികാരമുള്ളവനാണ്. ഞാൻ അവന്റെ അടിമയാണ്, ഞാൻ നിസ്കരിക്കണം. എക്സാമിന്റെ കാലത്ത് കുട്ടികൾ നിസ്കരിക്കും, ഖുർആൻ ഓതും, അത് കഴിഞ്ഞാൽ നിർത്തും. അങ്ങനെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിസിറ്റ് വന്ന ജോലി കിട്ടണവരെ ഭയങ്കര ഇബാദത്താകാരം. ജോലി കിട്ടിയ വൈക്ക് കാണൂല. പിന്നെ എന്തോ ഒരു ഖിലാസായിരിക്കുന്ന ഓരോ ദിവസം 3 ലക്ഷം സ്വലാത്ത് ചൊല്ലുന്ന ഇരുന്ന് ചൊല്ലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? അസുഖം മാറാൻ ഏതെങ്കിലും ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു ദിവസം 5 അൽബഖറ ഓതണം പറഞ്ഞാൽ ഇരുന്ന് ഓതും, നേരം വെളുക്കോളം ഇരുന്ന് ഓതും. അള്ളാഹുവിന്റെ വാതിൽക്ക് പോയി നിൽക്കുകയാണ്. എന്തിനറിയോ? ലാലി അൻ തുഫ്തഹ ലക്കൽ അബ്വാബ്, ബാക്കി വാതിലുകൾ തുറക്കപ്പെടാനല്ല. അങ്ങനെ പോയി നിന്നാൽ തുഫ്തഹ ലക്കൽ അബ്വാബ്, അള്ളാഹു വാതിലുകൾ തുറന്നു തരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മുൽക്കും അധികാരവും അള്ളാഹുവിന് ഉടമസ്ഥപ്പെട്ടതാണ്. അവിടെ മറ്റാരെയും കൈകടത്താൻ അള്ളാഹു വിടുന്നില്ല. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, അല്ലാഹു പറയുന്നു അന മലികുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവ് ഞാനാണ്. ഇത് ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു ഡയറക്റ്റ് പറയുന്ന ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും അത്. പക്ഷെ അതിന്റെ മഅന അള്ളാഹുവിൻ്റെതാണ്, അതിന്റെ കലിമത്ത് റസൂലുള്ളാഹി തങ്ങളുടേതാണ്. അങ്ങനെ വരും.